Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. Entry proper ആയിട്ട് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ പ്രോപ്പർ എക്സിറ്റ് പോയിന്റ് അറിയാൻ പറ്റാതെ നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ് എല്ലാം ലോസിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കറക്റ്റായിട്ടൊരു എക്സിറ്റ് പോയിന്റ് എവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളത്, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫോറക്സിൻ്റെ ഗോൾഡ് മാർക്കറ്റും കമ്മോഡിറ്റീസിൻ്റെ ഗോൾഡും ഉണ്ട്, അതേപോലെ റിലയൻസിൻ്റെ മാർക്കറ്റും ഉണ്ട്. റിലയൻസിൽ ഇന്ന് സോഫ്റ്റ് കാണിച്ച് പെർഫോമൻസും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ സിഗ്നൽസ് വന്ന് മാർക്കറ്റ് മേലിലോട്ട് പോയി നമ്മൾ പ്രോപ്പർ എൻട്രി എടുത്തു, പ്രോഫിറ്റിലെത്തി നിൽക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് മീറ്റ് ചെയ്യാതെ റിവേഴ്സ് പോകുന്ന പോർഷൻ ഉണ്ടാകാം. അപ്പോൾ അത് പ്രോപ്പർ അപ്പ് ഡൗൺസ് അല്ലാണ്ട് മാർക്കറ്റ് പ്രോപ്പർ റിവേഴ്സിൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ WinTrader നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് www.wintradersoft.com. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് നമ്പർ, നമ്മുടെ വെബ്സൈറ്റും ടെസ്റ്റിമോണിയൽ ഡീറ്റെയിൽസ്, ക്ലയൻറ്റിൻ്റെ അതായത് ക്ലയൻറ്റ് നമ്മുടെ പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ ടെസ്റ്റിമോണിയൽസ് അടക്കം നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡെമോ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് ഓഫീസിൽ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എങ്ങനെ നമ്മുടെ ഈ ഫോറക്സും കമ്മോഡിറ്റീസും നമ്മുടെ കംപ്ലീറ്റ് മാർക്കറ്റാണ് സപ്പോർട്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോറക്സ് മാർക്കറ്റാണെങ്കിൽ നമ്മൾ വെക്കേണ്ട ടൈം ഫ്രെയിം ഇൻട്രാഡേക്ക് നമ്മൾ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ, ആ ടൈം ഫ്രെയിം 4 അവർ ഇതൊക്കെ വെച്ചാൽ മതി. അതേപോലെ കമ്മോഡിറ്റി മാർക്കറ്റാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം വയ്ക്കാം. സെയിം അതേപോലെ തന്നെ ഇക്വിറ്റീസ് ആണ് 5 മിനിറ്റ്സ്. 1 മിനിറ്റും നമുക്ക് യൂസ് ചെയ്യാം. 1 മിനിറ്റ് ഇപ്പോൾ ഓപ്ഷൻസിലേക്ക് ഇങ്ങനെ ചെറിയ പോയിന്റ് എടുക്കുക ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് ഷോർട്ട് പ്രോഫിറ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിങ് പിടിച്ചാൽ മതി 1 മിനിറ്റിൽ. അതാണ് ഈസി. ഓക്കെ, അപ്പം സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് MCXൻ്റെ ഗോൾഡാണ്. ഫസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയതിനകത്ത് 2 സിഗ്നലാണ് ഇന്ന് വന്നിരിക്കുന്നത്, സെൽ സിഗ്നലും ബൈ സിഗ്നലും. ഇപ്പോൾ ഈ സെല്ല് നമുക്ക് വന്നുകയാണെങ്കിൽ ക്യാൻഡിലിൻ്റെ കളർ നമുക്ക് റെഡിലേക്ക് വരും. ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ നമുക്ക് ഇവിടെ ഫോം ആകുമ്പോൾ ഈ ക്യാൻഡിൽ കളർ ഇവിടെ റെഡിലേക്ക് ആവും. അപ്പോൾ ഈ റെഡ് ഫോം ആകുമ്പോൾ അതേപോലെ താഴെ കൺഫർമേഷൻ ബാർ റെഡിലേക്ക് വരണം. അപ്പോൾ ഇവിടെ റെഡ് ഫോം ആവുന്നതിനനുസരിച്ച് താഴെ കൺഫർമേഷൻ ബാർ ഉണ്ടായിരുന്നില്ല, അത് കാരണം നമുക്കത് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ക്യാൻഡിൽ കളർ ഗ്രീനാണ്, താഴെ ഗ്രീനാണ്, ബൈ സോണും ഉണ്ട്. അത് മൂന്നും മേലിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 150 പോയിൻറ്റ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്നും ഇറങ്ങി പിന്നെ തിരിച്ച് മാർക്കറ്റ് കയറുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോർഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും മാർക്കറ്റ് ബൈ തന്നെയാണ്, നമുക്ക് കളർ ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ പ്രോപ്പർ എൻട്രി നമ്മൾക്ക് സോഫ്റ്റ് കിട്ടി, കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സോഫ്റ്റ് അവിടെ നിന്ന് എൻട്രി എടുത്തു. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇപ്പം 65,270 ആണ്. ഇപ്പോൾ 275 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് അടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിക്കാതെ ഇപ്പോൾ തിരിച്ച് പോവുകയാണ്. അഥവാ സെക്കൻഡ് ടാർഗറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, സെക്കൻഡ് ടാർഗറ്റ് മീറ്റ് ചെയ്തില്ല, അതിന് മുമ്പ് റിവേഴ്സ് പോയി. അപ്പോൾ ഇങ്ങനത്തെ റിവേഴ്സ് പൊസിഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 3 തരത്തിലുള്ള റിവേഴ്സ് എക്സിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് സോഫ്റ്റിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ ബാറാണ്. ഫസ്റ്റ് താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയിരിക്കുന്നിടത്തോളം മാർക്കറ്റ് ബൈ തന്നെയാണ്. അപ്പോൾ അത് ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് മാറിയാലേ നമുക്ക് ബൈയിൽ നിന്ന് സെല്ലിലേക്ക് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കളർ ചേഞ്ച് സൈഡ് വേസ് ട്രെൻഡായിട്ട് നമുക്കിപ്പോൾ എക്സ്ട്രാ കളേഴ്സ് ഓറഞ്ച്, ഇതേപോലെ ബ്ലൂ, അതേപോലത്തെ എക്സ്ട്രാ കളേഴ്സ് നമ്മുടെ സോഫ്റ്റ്വെയർ പറഞ്ഞു തരുന്നത് സൈഡ് വേസ് ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് അവിടെ ഒരു പൊസിഷൻ ഇല്ല. സൈഡ് വേസ് എന്ന് നമുക്കൊരു ബൈ പോർഷനും ഒരു സെൽ പോർഷനും അവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. റിവേഴ്സ് ചാൻസ് ഉള്ള സിഗ്നൽസിന് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഈ ക്യാൻഡിൽസ് നമുക്ക് അവിടെ നിന്ന് മാറി കളർ ചേഞ്ച് ആയിട്ട് എക്സ്ട്രാ കളേഴ്സായിട്ട് ബ്ലൂവോ വൈറ്റോ ഓറഞ്ചോ അങ്ങനെ മിക്സപ്പ് കളറായിട്ട് ഫോം ആകും. അവിടെ നമുക്ക് റിവേഴ്സൽ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് വിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മാർക്കറ്റ് ബൈ തന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങുന്ന സിറ്റുവേഷൻസ് വരും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു മാർക്കറ്റ് ഇപ്പം ഓപ്പൺ ആയി കഴിഞ്ഞപ്പം തലേദിവസം ബൈ കണ്ടിന്യൂവേഷൻ പോയി, ചെറുതായിട്ട് കയറി, പിന്നെ തിരിച്ചിറങ്ങി, പിന്നെയും കയറി. അപ്പോൾ ഇവിടുന്ന് കയറിയ പോർഷൻ ഇവിടം വരെ കയറിയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉള്ള ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഒന്ന് ഡൗണിഷിലേക്ക് ഫോം ആവും. അപ്പോൾ അവിടെ കുറച്ചൊന്ന് ഡൗണിഷിലേക്ക് കുറച്ചൊന്ന് 2-3 ക്യാൻഡിൽ താഴോട്ട് അടിച്ചിറങ്ങാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ പ്രോഫിറ്റ് ലെവൽ നമുക്ക് കുറയുന്നു എന്നുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അവിടെ നിന്നൊരു എക്സിറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സാധാരണ ക്യാൻഡിൽസ് യൂസ് ചെയ്യുമ്പോൾ ക്യാൻഡിലിൻ്റെ കളർ റെഡ് ആവുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ബാർ ചാർട്ടിൽ ട്രെൻഡ് ലൈനിൻ്റെ കളർ അവിടെ റെഡായി മാറും. അവിടെ നിന്നൊരു ഡൗണിഷാണ്, പക്ഷേ അതൊരു സെൽ പൊസിഷനിലേക്ക് മാറുന്നില്ല. താഴെ ഗ്രീനായ സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്നൊരു ബൈ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു പ്രൊവിഷനുണ്ട്. അവിടെ നിന്നൊരു ഇനിയും തിരിച്ച് കയറാൻ ചാൻസ് ഉള്ളൊരു പൊസിഷൻ വരുന്നുണ്ട്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ,
അപ്പം ഇതുപോലെയാണ് നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു എൻട്രിയും എക്സിറ്റും നമ്മുടെ സോഫ്റ്റ്വെയറിൽ, അതായത് നമ്മൾ ക്യാൻഡിൽസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കോൺഫിഡൻസ് ആയിട്ട് ഈ ബാർ ചാർട്ട് നമുക്ക് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കും. സെയിം നമുക്ക് ഫോറക്സിൻ്റെ ഗോൾഡ് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നും ഇതേപോലെ നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തലേ ദിവസം നമുക്ക് 1-ാം തീയതിക്ക് വന്ന ബൈ ആണ്. അത് കുറച്ചൊന്ന് കയറിക്കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഒരു സൈഡ് വേസ് ചാൻസ് തന്നിരുന്നു, പക്ഷേ അവിടെ നിന്ന് പിന്നെയും കയറുമായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന പോർഷനിൽ കട്ട് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ മാറുന്നവരെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ സൈഡ് വേസ് തന്നിട്ട് വാർണിംഗ് മെസ്സേജാണ് അവിടെ നിന്ന് റിവേഴ്സ് ചാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് പേഷ്യൻസ് ഉള്ളവർക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കയറി പിന്നെ തിരിച്ചു വന്നു കയറി. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് 2,111 നമ്മൾ പോർഷൻ എടുത്ത് ഇപ്പോൾ 24 ആണ് നടക്കുന്നത്. 24 അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ലെവലിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാം. കാരണം ഇതുവരെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാറിയിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് റീ എൻട്രി തന്നിട്ടുണ്ട്. 4 മണിക്ക് റീ എൻട്രി തന്നാണ് 2125 നിന്ന് അവിടുന്ന് 39 വരെയുള്ള ടാർഗറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 35 ഇപ്പോൾ റീ എൻട്രി നമ്മൾ എടുത്തു. റീ എൻട്രി അടിക്കാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ പൊസിഷനിൽ എക്സിറ്റ് ചെയ്ത് വിടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒരു ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്നത്തെ റിലയൻസ് നോക്കുകയാണെങ്കിലും ഇന്ന് രാവിലെ തന്നെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. ഇവിടെ തിരിച്ച് കയറി ഇവിടെ കട്ട് ചെയ്യാം. തിരിച്ച് പിന്നെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് രണ്ടാമത് സപ്പോർട്ട് എടുക്കുമ്പോൾ റീ എൻട്രി തരും. അല്ലെങ്കിൽ ആ പോർഷൻ നമുക്ക് രണ്ടാമത് പിടിക്കാം. പിന്നെ ഇവിടെ ബൈ വന്ന് ഇവിടെ കയറി ഇവിടം വരെ കയറിയിട്ട് തിരിച്ചിറങ്ങി പിന്നെയും കയറി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഇത് ലൈവ് മാർക്കറ്റിൽ നിന്നൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഡെമോയും അതേപോലെ ട്രെയിനിങ്ങും നമുക്ക് പർച്ചേസ് ചെയ്ത് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.